നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. നിസ്കരിക്കുന്നു, അതുപോലെ ഖുർആൻ ഓതുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിവസം ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടം ഈ വീഡിയോയിൽ നമുക്ക് കേട്ടാലോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ കാരണമായ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് മഹാനവറുകൾ എപ്പോഴാണ് പറഞ്ഞത്, എന്താണ് ഈ സ്വലാത്ത് പറഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് കിട്ടിയ നേട്ടം, വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് ആ ചരിത്രം ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് പേര് രോഗികളായ ആളുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു താല സ്വാലിഹ്യങ്ങളാക്കുമാറാവട്ടെ. അവരുടെ പഠനത്തിൽ, അവരുടെ പരീക്ഷകളിൽ ഒക്കെ അള്ളാഹു താല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് കാര്യങ്ങൾ നമ്മുടെ അമലുകളിൽ ഉണ്ടെങ്കിൽ ആ അമൽ വെളുത്ത രൂപത്തിലായിരിക്കും അള്ളാഹുയുടെ അടുക്കലേക്ക് ഉയർത്തപ്പെടുക. ഒന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത്തേത് സ്വലാത്താണ്. അല്ലാഹു തആല ഇസ്തിഗ്ഫാറും സ്വലാത്തും അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അതിപ്രധാനമാണ് സ്വലാത്ത് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വലാത്ത് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഇമാമാകുന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ കാരണമായ ഒരു സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് വലിയ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായ ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന സമയത്ത് ഒരാൾ അല്ലാഹു തആല വിചാരണക്കായി വിളിക്കും. അയാളുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി നോക്കുകയാണ്. നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി നോക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് അതിങ്ങനെ മുകളിലേക്ക് വരുന്നു, തിന്മയുടെ തട്ട് താഴേക്ക് വരുന്നു. അതായത് തിന്മ കൂടുതലാണ്, നന്മ കുറവാണ്. ഇയാളൊരു മുസ്ലിമായ മനുഷ്യനാണ്. ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ ബേജാറായി നിൽക്കും. കാരണം പടച്ചോനെ, എൻ്റെ കയ്യിൽ ഇനി നന്മ ഒന്നുമില്ല, തിന്മയാണ് ഇനി ഉള്ളത്. തിന്മയുടെ തട്ടിങ്ങനെ താന്നു വരുന്നു, നന്മയുടെ തട്ട് മുകളിലേക്ക് പോകുന്നു. തിന്മക്ക് ഭാരം കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരുമെന്നാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരും. ആ മനുഷ്യൻ്റെ കയ്യിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലത്തെ ഒരു വസ്തുവുണ്ട്. ആ മനുഷ്യൻ ഓടി വന്നിട്ട് ഈ നന്മയുടെ തട്ടിലേക്ക് ആ മനുഷ്യൻ്റെ കയ്യിലുള്ള, അതായത് വിരൽ തുമ്പിൻ്റെ വലിപ്പമുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഈ നന്മയുടെ തട്ടിലേക്ക് വെക്കുന്ന സമയത്ത് ശരവേഗത്തിൽ ആ നന്മയുടെ തട്ടിങ്ങനെ താഴേക്ക് വന്ന് ആ തിന്മയുടെ തട്ട് മുകളിലേക്ക് പോകും. അതായത് നന്മക്ക് ഭാരം തൂങ്ങുകയും തിന്മ ഉയർന്നു പോവുകയും ചെയ്യുമെന്നാണ്. ഈ സമയത്ത് ഇങ്ങനെ അയാൾ അത്ഭുതപ്പെട്ട് ആരാണ് ആ വന്ന മനുഷ്യനെന്ന് ഇങ്ങനെ നോക്കുന്ന സമയം ഇയാൾക്ക് മനസ്സിലായി അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും അങ്ങേക്ക് സമർപ്പണമാണ്. അള്ളാഹുവിൻ്റെ നബിയെ, എന്ത് വസ്തുവാണ് താങ്കൾ എന്നെ സഹായിക്കുന്നതിനായി എൻ്റെ നന്മയുടെ തട്ടിലേക്ക് വെച്ചത് നബിയെ എന്ന് ഈ മനുഷ്യൻ ചോദിക്കുന്ന സമയം അല്ലാഹുവിൻ്റെ ഹബീബ് പറയുമെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, നീ സ്വലാത്ത് ചൊല്ലിയവനാണ്. എനിക്ക് വേണ്ടി നീ ചൊല്ലിയ സ്വലാത്തുകളാണ്. ഞാൻ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് ഞാൻ ഈ സമയത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിനക്ക് ഞാനത് തരാൻ വേണ്ടി ഞാൻ എടുത്തു മാറ്റി വെച്ചതാണ്. അത് ഞാനിതാ നിന്റെ നന്മയുടെ തട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ എഴുതി
എഴുതി വെക്കുകയാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ ഈ ദിവസവും നാളത്തെ ദിവസവും നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ 2 ചെവികൾ കൊണ്ട് നേരിട്ട് കേൾക്കുകയും അതിന് അവിടുത്തെ സുന്ദരമായ നാവ് കൊണ്ട് മറുപടി പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് ഒരു മലക്കാണ് നബി തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാൽ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും നമ്മളൊരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു നേരിട്ട് ആ സ്വലാത്ത് കേൾപ്പിച്ചു കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കിതാബുകളിൽ കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മദ്ഹബിൻ്റെ ഇമാമാൻ. ലോകത്ത് 4 മദ്ഹബുകളാണ്. 1 ഷാഫി മദ്ഹബ്, 2 ഹനഫി മദ്ഹബ്, 3 ഹംബലി മദ്ഹബ്, 4 മാലിക്കി മദ്ഹബ്. ഈ 4 മദ്ഹബുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുന്നത് മഹാനായ ഹനഫി ഇമാമിൻ്റെ മദ്ഹബാണ്. രണ്ടാമത് ലോകത്തുള്ളത് മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും ചിലപ്പോൾ ഹനഫി മദ്ഹബുകാരായ ആളുകൾ ഉണ്ടാകും. ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തോ കോട്ടയം ഭാഗത്തോ ഒക്കെ ഉള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗം ആളുകളും ഹനഫി മദ്ഹബുകാരാണ്. അൽഹംദുലില്ലാഹ് എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ചർവണം നടത്തിയ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. അല്ലാഹു തആല അവരോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി പറയാൻ പോകുന്നത് മഹാനായ അബൂ ജഅഫർ ത്വഹാവി റളിയല്ലാഹു തആല അദ്ദേഹം പറയുന്നു, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ സ്വാത്വികനായ മനുഷ്യനാണ് അബ്ദുല്ലാഹിബിന് അബ്ദുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അബ്ദുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉറ്റ സുഹൃത്താണ്, കൂട്ടുകാരനാണ്. അങ്ങനെ ഷാഫി ഇമാം വഫാത്തായി മരണപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരനായ ഇദ്ദേഹം ഇമാം ഷാഫി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ കൂട്ടുകാരനായി ഇദ്ദേഹം ചോദിച്ചു, ഫഖുൽതു ലഹു, അദ്ദേഹം പറയുന്നു, ഞാൻ ഷാഫി തങ്ങളോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? അള്ളാഹു നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് തന്നത്? നിങ്ങൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്, ഹദീസുകൾ ചർവണം നടത്തിയിട്ടുണ്ട്. അള്ളാഹു തആല ഈ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ മഹാനവറുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് അർശസ് എന്ന് പറയുന്ന മൂലക്കുരു എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു എന്നാണ്. ആ അസുഖം കാരണം മഹാനവറുകളുടെ ആ ഭാഗത്ത് നിന്നും രക്തം ഇങ്ങനെ ഒഴുകുമായിരുന്നു എന്ന് പോലും ശിഷ്യന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓരോ പാത്രം നിറയെ രക്തം ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം. അല്ലാഹു തആല അവരോടൊപ്പമൊക്കെ നമുക്കും സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ഏതാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, റഹിമനി വഗഫറലി റബ്ബി, അല്ലാഹു തആല എൻ്റെ പടച്ചോൻ എനിക്ക് കരുണ ചെയ്തു, അല്ലാഹു തആല എനിക്ക് പുറത്തു തന്നു. എന്തിനാണെന്നറിയോ? ഒരൊറ്റ കാര്യം ഞാൻ ചെയ്ത കാരണത്താൽ അല്ലാഹു എനിക്ക് പുറത്തു തരികയും അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം, എങ്ങനെ ഒരു പുതിയാപ്ലയെ സ്വീകരിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു എന്നെ മലക്കുകളെ വിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എൻ്റെ ഉസൂലുൽ ഫിഖിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ് റിസാല എന്ന് പറയുന്ന ഗ്രന്ഥം. ആ റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആ കിതാബിന്റെ ഏറ്റവും അവസാനം ഒരു സ്വലാത്ത് ഞാൻ എഴുതി വെച്ചിരുന്നു. ആ സ്വലാത്ത് എഴുതി വെച്ച കാരണത്താൽ അല്ലാഹു തആല എന്നെ ഒരു പുതുമണവാളൻ ആ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വലിയ ആരവത്തോടുകൂടി, അല്ലെ, മാരനിങ്ങനെ പുതുയാപ്പിള ഇങ്ങനെ വരുന്ന രൂപത്തിലാണ് അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചതെന്ന് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല ആ സൗഭാഗ്യം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന എല്ലാവരും കേൾക്കുക. എല്ലാവരും ഇന്നു മുതൽ അത് പ്രാവർത്തികമാക്കുക. ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് കുറഞ്ഞത് ഒരു 7 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക. അങ്ങനെ നിത്യമാക്കിയാൽ നമുക്ക് മഹാനായ ഇമാം ഷാഫി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഷാഫി തങ്ങൾ തൻ്റെ റിസാല എന്ന് പറയുന്ന കിതാബിന്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ?
എന്നറിയോ? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദകറഹു الذاكرون وغفل عن ذكره الغافلون. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്നിച്ചു പറഞ്ഞേ, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദകറഹു الذاكرون وغفل عن ذكره الغافلون. ഒന്നുകൂടി, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദകറഹു الذاكرون وغفل عن ذكره الغافلون. എന്താണ് അതിന്റെ അർത്ഥം? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അല്ലാഹു ഗുണം ചെയ്യട്ടെ. മാ ദകറഹു الذاكرون, ആ മുത്തു റസൂലിനെ സ്മരിക്കുന്ന ആളുകൾ സ്മരിക്കുന്ന കാലത്തോളം, വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ, അശ്രദ്ധരായ ആളുകൾ അശ്രദ്ധമാകുന്ന കാലത്തോളം, അതായത് ഖിയാമത്ത് നാൾ വരെ റബ്ബേ നീ മുത്തു റസൂലിന് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം. ഈ സ്വലാത്താണ് മഹാനായ ഇമാം ഷാഫി തങ്ങൾ റിസാല എന്ന കിതാബിന്റെ അവസാനം കൊണ്ടുവന്നത്. നമുക്കൊന്നുകൂടി പറയാം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദകറഹു الذاكرون وغفل عن ذكره الغافلون. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദകറഹു الذاكرون وغفل عن ذكره الغافلون. ഈ സ്വലാത്തുകൾ അത്ഭുതമാണ്. എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് കൂലിയാണ്. അത് നമ്മൾ കിബറോടുകൂടി അഹങ്കാരത്തോടുകൂടി സ്വലാത്ത് ചൊല്ലട്ടെ. മറ്റുള്ളവരെ കാണിക്കാനായി സ്വലാത്ത് പറയട്ടെ. കളിച്ചിരി തമാശകളിൽ ഏർപ്പെട്ടിട്ട് സ്വലാത്ത് പറയട്ടെ. ഉറക്ക സ്വലാത്ത് പറയട്ടെ, പതിയ സ്വലാത്ത് പറയട്ടെ, മനസ്സിൽ പറയട്ടെ. എങ്ങനെ സ്വലാത്ത് പറഞ്ഞാലും അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ആശിഖുർ റസൂലാൻ. സഖാവി ഇമാം ആശിഖുർ റസൂലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നബി തങ്ങളുടെ സ്വലാത്തുകൾ മാത്രം കോർത്തിണക്കി ആ സ്വലാത്തുകളുടെ മഹത്വം പറയുന്ന ഒരു കിതാബ് തന്നെ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അൽ ഖൗലുൽ ബദീഅ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഅ് എന്നാണ് ആ സ്വലാത്ത് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ പേര്. 500 പേജാണ് ആ കിതാബിനുള്ളത്. അതിൽ 256-ാമത്തെ പേജിൽ ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, ഇന്നലില്ലാഹി മലക്കൻ, അല്ലാഹുവിനൊരു മലക്കുണ്ട്, ലഹു ആ മലക്കനുണ്ട്, ജനാഹാനി 2 ചിറകുകളുണ്ട്, അഹദുഹുമാ ബിൽ മശ്രിഖ് വൽ ആഖിറു ബിൽ മഗ്രിബ്, ഒരു ചിറക് കിഴക്ക് ഭാഗത്താണ്, ഒരു ചിറക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഫൈദാ സല്ലൽ അബ്ദു അലയ്യ ഹുബ്ബാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എൻ്റെ മേൽ ഒരു മനുഷ്യൻ എന്നോട് ഇഷ്ടം വെച്ചിട്ട്, എന്നോട് സ്നേഹമുണ്ടായിട്ട് ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറഞ്ഞാൽ, ഒരു സ്വലാത്ത് എന്നോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞാൽ, ആ 2 വലിയ ചിറകുള്ള മലക്ക് വെള്ളത്തിൽ മുങ്ങുന്നതാണ്, വലിയ സമുദ്രത്തിൽ മുങ്ങുന്നതാണ്. പിന്നെ ആ മലക്ക് ആ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് ആ ചിറകുകൾ ഇങ്ങനെ കുടയുമ്പോൾ ആ ചിറകിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെള്ളം അല്ലെ തുള്ളി തുള്ളിയായി അതിങ്ങനെ ചിതറി വീഴുന്നതാണ്. ആ ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും അല്ലാഹു തആല ഓരോ മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ്. എന്നിട്ടോ യസ്തഗ്ഫിറു ലിദാലികൽ മുസല്ലി അലയ്യ ഇലാ യൗമിൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹ്, ഓരോ മലക്കും ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അല്ലാഹുവേ ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ മുത്ത് റസൂൽ പറഞ്ഞ ആ വലിയ ആ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിന് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണമാക്കണേ റഹ്മാനെ. മഹാനായ ഇമാം ഷാഫി തങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നമ്മൾ പറഞ്ഞു. ആരാണ് ഇമാം ഷാഫി തങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ നബി തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദായ, ഒരു തങ്ങളായ, വലിയ സ്വാത്വികനായ ഒരു ഇമാമാണ് മഹാനായ ഇമാം ഷാഫി തങ്ങൾ. ഹിജ്റ വർഷം 150-ലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ഫലസ്തീനിലെ ഗസയിലാണ്. ഇന്ന് ഗസയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അള്ളാഹു സമാധാനം പ്രദാനിക്കുമാറാവട്ടെ. ആ ഗസയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്.
പഠിക്കുന്നത്. ശേഷം തൻ്റെ ഉമ്മയോടൊപ്പം മക്കയിലേക്ക് മഹാനവകൾ വന്നു. ആ മക്കയിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും ഇൽമുകൾ പഠിച്ചു. ശേഷം മദീനയിലേക്ക് പോയി, അവിടെയും ഒരുപാട് ഇൽമുകൾ പഠിച്ചു. ശേഷം ഇറാഖിൽ വന്നു. ഇറാഖിൽ വന്നിട്ട് അവിടെയാണ് ഉസൂലുൽ ഫിഖിന്റെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഉസൂലുൽ ഫിഖിന്റെ ഗ്രന്ഥമായ റിസാല രചിക്കുന്നത്. അവിടെ വെച്ചാണ് മഹാനവകൾ ഈ സ്വലാത്ത് തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. എല്ലാ മേഖലയിലും വലിയ അവഗാഹമുണ്ടായിരുന്നു മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക്. ഹിജ്റ 204 ഈജിപ്തിൽ വെച്ചാണ് മഹാനവകൾ വഫാത്താകുന്നത്. മരിക്കുന്ന സമയത്ത് മഹാനവറുകൾക്ക് 50ഓളം വയസ്സുണ്ടായിരുന്നുവെന്നാണ്. ഇതാണ് മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ഹ്രസ്വമായ ഒരു ജീവചരിത്രം. അള്ളാഹുവെ പടച്ചവനെ, മഹാനായ ഇമാം ഷാഫി തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറ് നൽകണേ സലാമത്ത് നൽകണേ ഈ പരിശുദ്ധമായ രാവിലും പകലിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.